എല്ലാവരും കഴിവില്ലാത്ത ഒരാൾ എത്ര കൈക്കൂലി കൊടുത്താലും അവിടെ ജോലി ചെയ്യുമ്പോൾ കൊള്ളത്തില്ലേ പറഞ്ഞു വിടും. വിജയിനെ പറ്റി സഞ്ജു ടെക്കിയുടെ കുത്തഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു. അത് കണ്ടിരുന്നു. വീഡിയോ ഒരു പൊട്ടത്തരം കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ സഞ്ജു ടെക്കിയല്ല, കാർത്തിക് സൂര്യയുടെ വീഡിയോ ഞാൻ കണ്ടു. ശൂലം കുത്തിക്കയറ്റുന്നു, നാക്കേലെ ഇതിനകത്തോടൊക്കെ കുത്തിക്കയറ്റുന്നു. അത്രയും വന്നിട്ടില്ല ശരിക്കും സഞ്ജു ടെക്കി. പിന്നെ അത് പിന്നെ വിശ്വാസത്തിൻ്റേതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് ഇതൊന്നും കാണുമൊന്നും വേണ്ട. വിശ്വാസത്തിൻ്റെ പേര് ഇവൻ വേറെ വല്ല വിശ്വാസ സംബന്ധമായ മണ്ടത്തരം കാണിക്കുന്നതെങ്കിൽ MVDക്കും കോടതിക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് അങ്ങനത്തെ അത്രയും മണ്ടത്തരമൊന്നും അല്ലായാലും കാർത്തിക് സൂര്യ ആകെ കൂടെ ചൂലം കയറ്റിയ മണ്ടത്തരത്തിന് അത്രയും വരത്തില്ല സഞ്ജു ടെക്കി എന്തൊക്കെ പറഞ്ഞാൽ അല്ലേ. ആ വിഡ്ഢിത്തരം ഭക്തിയുടെ പേരിലായതുകൊണ്ട് മനസ്സിലാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇത് പ്രാന്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കും. ഇത് യൂറോപ്പിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കും. ഒരുത്തൻ ഇതുവഴി കുത്തി ഇതുവഴി കയറ്റിയിട്ട് റോഡിൽ കൂടെ ഇറങ്ങി നടന്നു, അല്ല വീഡിയോ എടുത്തിട്ടു. അവിടെ ഒന്നും സംഭവിക്കത്തില്ലെങ്കിൽ പോലും അവരൊരു എന്തെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ രണ്ടു പേർക്കും കൊടുക്കുന്ന ഇതുണ്ടാവും. സഞ്ജു ടെക്കി അവിടെ ആണെങ്കിൽ അവൻ്റെ ലൈസൻസും കട്ടാവും, എല്ലാം ശരിയായി. ഇതുപോലെ വിവരക്കേട് അവനവിടെ കാണിക്കത്തില്ല. അവിടെ കാണിച്ചാൽ ഇത് തന്നെ നടക്കും. പക്ഷെ മറ്റവൻ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? അവനെങ്ങനെയായിരിക്കും അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒന്ന് ആലോചിക്കുക. ഇവിടെ പോട്ടെ, ഇവർ ഈ MVDക്കാർ, കോടതി, വെള്ളം കൊണ്ടുപോയി, ഇതിലും വലിയ നീണ്ട ജാഥ, റോഡ് തടസ്സപ്പെടുത്തി, പള്ളി, അമ്പലം, ആനയെ റോഡിൽ എഴുന്നള്ളിച്ച് നടത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ആന അടഞ്ഞാൽ എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെടും. അതിനൊന്നും ഒരു കൺസേണും ഇല്ല. ഏതൊരുത്തം വെള്ളവും കൊണ്ട് വണ്ടിക്കകത്ത് പോയാൽ ഇത്ര ഭയങ്കരമായ കോളിളൊക്കെ സൃഷ്ടിക്കുന്ന നമ്മുടെ കോടതിയും MVDയും എല്ലാം ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇത് ഭയങ്കര മോശം പരിപാടിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അന്യായം, ശരിക്കുള്ള അന്യായം. ആനയൊക്കെ എങ്ങനെയാണ് റോഡിൽ, ഒരു അമ്പലത്തിൻ്റെ പള്ളിയുടെ പരിപാടിക്കൊന്നും അങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. പൊതു റോഡിൽ നടക്കാൻ പാടില്ല. ഞാൻ അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. എവിടെ പാലാരോട്ടം ജംഗ്ഷനിൽ ആ റൗണ്ടിൻ്റെ അവിടെ നിൽക്കും ആനയും കൊട്ടും ബഹളവും. അതിനിടയ്ക്കാണ്ട് പടക്കവും പൊട്ടിച്ച്. പൊതുജനം സ്കൂൾ വിട്ട ടൈമിൽ സ്കൂൾ പിള്ളേർ ഇറക്കാൻ റോഡിൽ നിൽക്കുമ്പോഴാണ് ഈ പോക്കൃത്തരം കാണിക്കുന്നത്. പോട്ടെ, ഈ അമ്പലങ്ങളിൽ നിന്നും പള്ളിയിൽ നിന്നും ഒക്കെ വെച്ച് കൊടുക്കുന്ന കോളാമ്പി വലിയ മൈക്ക് സെറ്റ് ഉപയോഗമോ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണല്ലോ. എന്താ ഒരാൾ ഇടപെടാത്തത്? സഞ്ജു ടെക്കി ആയതുകൊണ്ട് കുഴപ്പമില്ല, വല്ല അയ്യപ്പനോ വല്ലതും ആയിരിക്കണം. അയ്യപ്പനോ വല്ല ഗീവർഗീസ് ഉണ്ണിയാളൻ്റെ പരിപാടിക്കൊക്കെ എന്തിനാദ്യം പറഞ്ഞത്? ആ പള്ളി പെരുന്നാൾ, ഇടപ്പള്ളിയിലൊരു പള്ളിയുണ്ട്, അതിൻ്റെ ഓരോ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ബാക്കിയുള്ളവർ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും അല്ല. പക്ഷേ എത്ര മണിക്കൂർ കിടന്നിട്ട് ആ വണ്ടികളൊന്നും അപ്പുറത്തെത്തുന്നത്? അതിനൊന്നും ഇല്ലാത്തൊരു പ്രശ്നം. എന്നാൽ പോട്ടെ, ആന കുത്തി എത്ര പേര് മരിച്ചിട്ടുണ്ട്. ഈ ഉത്സവത്തിനൊക്കെ ആനയെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇവർക്ക്? ഇതാ ഞാൻ പറഞ്ഞത്, എന്തോ കണ്ണിപ്പൊടിയിടുന്ന കുറേ നമ്പറുകളല്ലാതെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നടന്നിട്ടില്ല. മനസ്സിലായോ? റോഡിൻ്റെ സേഫ്റ്റിയോ അല്ല റോഡിലൂടെ പോകുന്നവരെ ഒന്നും ഒരു കൺസേൺ ഇവർക്കൊന്നും ഇല്ല. അങ്ങനെയുള്ള ആവശ്യമുള്ള സ്ഥലത്ത് ഇത് ചെയ്തതിന് ഞാൻ പറഞ്ഞ ഇപ്പോൾ കാർത്തിക് സൂര്യ കാണിച്ചത് ആകെ കൂടെ കുത്തുന്നു, സഞ്ജു ടെക്കി വണ്ടിക്കകത്ത് വെള്ളം നിറയ്ക്കുന്നു. ഇത്രയൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇവരെ കൊണ്ടൊക്കെ. മനസ്സിലായോ? എന്നാൽ ഇവർക്കൊക്കെ ഭയങ്കര ഫോളോവേഴ്സും ഭയങ്കര സംഭവമാണ്, ഭയങ്കര സ്റ്റാറാണെന്നാണ് പറയുന്നത് ഈ മണ്ടത്തരം കാണിക്കുന്നവന്മാർ. ഈ ബുള്ളറ്റ് അതിനിടയ്ക്ക് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് കണ്ടില്ല? എന്തോ അവന്മാരുടെ പ്രശ്നം? ഇവരെ വന്ന് പറഞ്ഞതില്ല. വിദ്യാഭ്യാസത്തിന് എന്തോ കുറവുണ്ട്. വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നില്ല കൊള്ളാവുന്ന സ്റ്റാൻഡേർഡുള്ള ഒരു ചുറ്റുപാടി നല്ല ഇവരാരും. അതിൻ്റെതായ മണ്ടത്തരങ്ങളാണ് ഇവർ കാണിക്കുന്നത്. അല്ലാതെ ഇവർ നിയമവിരുദ്ധ പ്രവർത്തനം കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നതല്ല. ഇവന്മാർക്കൊരു സംശയം ഉണ്ടായി കാണാൻ MVD പിടിച്ചാലോ ചെറിയ പറ്റിയൊക്കെ അടിച്ച് വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതും കണ്ടൻ്റ് ആക്കാൻ വേണ്ടി അത്രയും മണ്ടത്തരേ അവന്മാരുടെ കയ്യിലുള്ളൂ. അതൊരു മണ്ടത്തരമാണ്, അല്ലാതെ ഒരു തീവ്രവാദ പ്രവർത്തനമോ രാജ്യദ്രോഹ കുറ്റമോ അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായി? പൊട്ടന്മാരെ ഇപ്പോൾ എന്ത് ചെയ്യണം? വാൺ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിക്കരുത്. ഇനി മേലെ ഇതുപോലത്തെ പരിപാടി കാണിച്ചാൽ ലൈസൻസ് കട്ടാക്കി. എനിക്കൊന്ന് ഇതിനു മുമ്പ് ഇവർ പറഞ്ഞ് വാൺ ചെയ്ത് വിട്ടിട്ട് പിന്നെയും കിടന്ന് തെണ്ടിത്തരം കാണിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരെ പോലീസുകാർ അത്രയും മോശമായിട്ട് ട്രീറ്റ് ചെയ്ത്. അല്ലേ അങ്ങനെ ചെയ്യത്തില്ലെന്നേ. ഇമ്മാതിരി കേസൊന്നും പോലീസ് ഇപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എടുക്കാറില്ല. പിന്നെ ഇവൻ്റെ കളി കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ അങ്ങ് പുച്ഛിക്കാവോ? ഇത് മനസ്സിലായില്ലേ? അവനെ ഈസിയായിട്ട് വിട്ടു. ഞാനാണെങ്കിൽ എന്തെങ്കിലും പഠിത്തമാണെങ്കിൽ ഞാൻ മതില്ല, അവിടെ താങ്ക്സ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. ഒരു മനുഷ്യനെ അറിയാൻ പോകുന്നില്ല. പിന്നെ പോലീസുകാരെ കളിയാക്കിയിട്ട് എന്ത് കാര്യം? അവരുടെ എന്തെങ്കിലും ഒരു കാരണവശാൽ അവരങ്ങ് ഒഴിവാക്കിയതായിരിക്കും. അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി ഷോ കാണിക്കുക, എന്തൊരു അലംഭാവം കാണിച്ച് എനിക്കറിയത്തില്ല. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? MVDയൊക്കെ ഒരു ചൊറിയേണ്ട വല്ല കാര്യമുണ്ടോ? ചൊറിയണം, കള്ളത്തരമാണ് നടക്കുന്നത് എന്ന് തോന്നിയാൽ ചൊറിയണം. ഇത് അങ്ങനല്ല, നിയമവിരുദ്ധം തന്നെയാണ് നടന്നേക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇവൻ വലിയ ക്രെഡിറ്റ് ഒന്നും എടുക്കാനില്ല അതിനകത്ത്. കാണിച്ചത് മണ്ടത്തരമാണ്.